നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇരിങ്ങാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി ആർ ബിന്ദു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും ആർ ബിന്ദു. സ്വകാര്യ എണ്ണ വിതരണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഡീസലിന് 3 രൂപയും പെട്രോളിന് 5 രൂപയും ലിറ്ററിന് വർദ്ധിപ്പിച്ചു. പൊതുമേഖലയിലും ഇന്ധനവില വർദ്ധിക്കുമെന്ന സൂചന. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഭൂരിപക്ഷം ഹോട്ടലുകളും പൂട്ടിയതോടെ പച്ചക്കറി വ്യാപാരികളും പ്രതിസന്ധിയിലായത് പഴം പച്ചക്കറി കയറ്റുമതി നിലച്ചത് മൂലം. നടനും സംവിധായകനുമായ EA രാജേന്ദ്രന് കലാലോകത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നടക്കും. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ PA എന്ന വ്യാജേന ആൾമാറാട്ടം നടത്തിയ കേസിൽ നടപടികൾ അവസാനിപ്പിച്ചത് ഗുരുതരമാണെന്ന് പൊതുപ്രവർത്തകനായ അബ്ദുൾ കബീർ. നിജോ തോമസ് എന്ന വ്യക്തി AC മൊയ്തീന്റെ PA എന്ന് പരിചയപ്പെടുത്തി വരന്തരപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ചില അനധികൃത കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നാണ് കേസ്. LDF കടങ്ങോട് മണ്ഡലം കൺവെൻഷൻ കുന്നംകുളം മണ്ഡലം സ്ഥാനാർത്ഥി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സത്താർ നീണ്ടൂർ അധ്യക്ഷത വഹിച്ചു. LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. LDF കാട്ടകാമ്പൽ മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് UDF കൺവെൻഷൻ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ RA അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കരുമത്രയിൽ UDF ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. NDA കൊടുങ്ങല്ലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 2020 ചെയർമാൻ സാബു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ചാഴൂർ പാറളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. നേതാക്കളായ ശ്രീരാജ്, സജീവൻ ഞാറ്റുവെട്ടി, രജിത് രാജൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന് വോട്ടഭ്യർത്ഥിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ നഗരത്തിൽ മെഗാ ക്യാമ്പയിൻ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന സമിതി അംഗം MS സമ്പൂർണ്ണ, ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ, ജില്ലാ ജനറൽ സെക്രട്ടറി ഭാഗീരഥി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പരിധിയിൽ അനുഭവപ്പെടുന്ന കടുത്ത കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ലോക നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി പുതിയ തലമുറയിലെ നാടക കലാകാരനെ ആദരിച്ച് കൂനമൂച്ചി സത്സംഗ്. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി സംസ്ഥാന നാടക മത്സരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി മിഥുൻ ദാസിനെയാണ് ആദരിച്ചത്. സ്വകാര്യ ബസ്സിടിച്ച് പച്ചക്കറിയുമായി വന്ന പെട്ടി ഓട്ടോറിക്ഷ റോഡരികിലേക്ക് മറിഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി മുഹസിനുടെയും 3 മക്കളുടെയും മരണത്തിലേക്ക് നയിച്ച വ്യാജ അക്യൂപങ്ചർ ചികിത്സയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മുഹസിനുടെ ഭർത്താവ് ഇബ്രാഹിമും കുടുംബവും ആഭിചാര ക്രിയകൾ നടത്തിയിരുന്നതായി സംശയമുണ്ടെന്നും കുടുംബം. വെങ്കിടങ്ങ് കണ്ണൻകുളങ്ങര സഹൃദയ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. UDFിൽ ഒരു അസ്വാരസ്യവുമില്ലെന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ. താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുടയെ രാജ്യം ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയത് ജനങ്ങൾ മറക്കില്ലെന്നും തോമസ് ഉണ്ണിയാടൻ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ജയപ്രകാശ് പൂവത്തിങ്കൽ പത്രിക പിൻവലിച്ചു. വിമതരായ പത്രിക നൽകുന്നതിന് കാരണമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന KPCC നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് നടപടി. കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു.
കാലടി പ്ലാന്റേഷന്റെ അയ്യമ്പുഴ എണ്ണപ്പനത്തോട്ടത്തിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അവശനിലയിലായ കുറ്റിയിൽ അനിൽകുമാറിന്റെ ഭാര്യ ഷീബയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും PV ഷാജിയെ വെറ്റിലപ്പാറ ഹെൽത്ത് സെന്ററിലും പ്രവേശിപ്പിച്ചു. മറ്റു 3 പേർക്ക് നേരിയ തോതിലാണ് കുത്തേറ്റത്. ചീരാച്ചിയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഒല്ലൂർ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ 75ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. VKG സിനിമാസിന്റെ നേതൃത്വത്തിൽ പാവർട്ടി മേഖലയിലെ സിനിമ സീരിയൽ താരങ്ങളെ ആദരിച്ചു. ജോർജ് വടക്കൂട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ജില്ലാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അധ്യക്ഷൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിലെ മണൽ ഖനനത്തെ തുടർന്ന് വീട് തകർന്നു. ലോകമല്ലേശ്വരം വയലാറിൽ ഒലവക്കോട്ട് മുസ്തഫ കമാലിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.